എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിലേക്കായി എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം. കുറച്ച് മീൻ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, സവോള. ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിടാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ വളരെ കുറച്ച് മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു തക്കാളി ഒരു സവോളയും ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നോളും. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മുളക് നമ്മുടെ എരിവിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് ആ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നോളും. ഇനി ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എത്രയാണോ വേണ്ട അത്രയും തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് തിളയ്ക്കാൻ വെക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീനൊക്കെ പെറുക്കിയിട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. മീനൊക്കെ നന്നായിട്ടിട്ട് അത് മീനിട്ടതിന് ശേഷം ഒരുപാട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അത് തിളയ്ക്കാൻ വെക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂട വെച്ച് അടയ്ക്കാം. 10 മിനിറ്റ് മതിയാകും മീനൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് അതിലേക്ക് കുറച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.